الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, അളവറ്റ ദയാപരനും പരമകാരുണികനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മളോടുള്ള ആദരവിൻ്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. മയ്യസല്ലാഹുൽ ഇൻസാന അൻ സാഇരിൽ മഖ്ലൂഖാത്ത്, മറ്റിതര സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷപ്പെടുത്തിയിട്ടുള്ളത് ബിനിഅമത്തിൽ അഖ്ലി വൽ ഇറാദത്തി വൽ ഇഖ്തിയാർ എന്നാണ്. അവന് ബുദ്ധി നൽകി, അവന് തൻ്റെ സഹജമായ സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നൊക്കെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ സത്യമേതാണ് അസത്യമേതാണ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി, ചിന്തിക്കാനുള്ള ആലോചനാശേഷി, ഖൈറും ഷർറും നന്മയും തിന്മയും ഏതാണെന്ന് വേർതിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയെ പുൽകാനുള്ള ആ കഴിവ്, ഹക്കും ബാത്തിലും ധർമ്മവും അധർമ്മവുമൊക്കെ അതിൽ നിന്ന് അവന് വേണ്ടത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ മനുഷ്യന് അള്ളാഹു നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ കേൾവിയും അവൻ്റെ കാഴ്ചയും അവൻ്റെ ചിന്താശേഷിയും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളാണെന്ന നിലയിൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതിനെക്കുറിച്ച് അല്ലാഹു അവനോട് ചോദിക്കുമെന്നാണ്. ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, അതിൻ്റെയൊക്കെ മസ്ഊലിയത്ത് അവനിലുണ്ട്. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, അതിലേറ്റവും ശ്രേഷ്ഠ ഉത്കൃഷ്ടവാന്മാരായ മനുഷ്യരെ സൃഷ്ടിച്ചത്. അള്ളാഹുവാണ് നമ്മുടെ ഉടമ, നാം അള്ളാഹുവിൻ്റെ അടിമകളാണ്. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ അധ്യായത്തിൽ അള്ളാഹുവിനോട് നാം കാവൽ തേടി ദുആ ചെയ്യുമ്പോൾ ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ രക്ഷിതാവിനോടാണ് നമ്മൾ കാവൽ തേടുന്നത്. മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവിനോടാണ് നമ്മൾ കാവൽ തേടുന്നത്. ഇലാഹിന്നാസ്, മനുഷ്യരുടെ ദൈവത്തോടാണ് നമ്മൾ കാവൽ തേടുന്നത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാവർക്കും കഴിവും അധികാരങ്ങളുമൊക്കെ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ്
പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞപ്പോൾ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, പ്രവാചകരെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കൂ, അള്ളാഹുവേ അധികാരത്തിൻ്റെ അധിപനായിട്ടുള്ളവനെ, മാലിക്കുൽ മുൽക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഈ ദുനിയാവിൽ അധികാരം കൊടുക്കുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് നീ അധികാരം എടുത്തു കളയുകയും ചെയ്യുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപവാന്മാരാക്കുന്നു, അവർക്ക് നീ പ്രതാപം നൽകുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അപമാനം വരുത്തുകയും ചെയ്യുന്നു, അവരെ നീ നിന്ദരാക്കുന്നു. ബിയദിക്കൽ ഖൈർ, നിന്നിലാകുന്നു സകല നന്മയും. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയമായും അല്ലാഹുവേ നീ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. അപ്പോൾ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ അധികാരം നൽകിയിട്ടുണ്ട്, കഴിവുകൾ നൽകിയിട്ടുണ്ട്, സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹുവിനെ മറക്കാതെ അവൻ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. തൻ്റെ കഴിവും തൻ്റെ സ്വാതന്ത്ര്യവും തൻ്റെ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് മറ്റാരെയും ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല. മനുഷ്യർ അവർ രാജാക്കന്മാരാണെങ്കിലും പ്രജകളാണെങ്കിലും ഭരണാധികാരികളാണെങ്കിലും ഭരണീയരാണെങ്കിലും ഈ ഒരു ബോധം അവർക്കുണ്ടാകണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ഖുർആൻ പലരുടെയും ചരിത്രം നമുക്ക് വിശദീകരിച്ച് തന്ന കൂട്ടത്തിൽ ലോകം കണ്ട ഏറ്റവും ദുഷ്ടനായ സ്വച്ഛാധിപതിയായ ഒരു ആൾദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആരാണ് ആൾദൈവമെന്നോ? ഫിർഔൻ. അന റബ്ബുക്കുമുൽ അഅല എന്നായിരുന്നു അവൻ ജനങ്ങളോട് പറഞ്ഞിരുന്നത്. ഞാൻ നിങ്ങളുടെ പരമോന്നതനായ റബ്ബാണ്. റുബൂബിയത്ത് വാദിച്ച ആൾദൈവം. മാത്രമല്ല മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, എന്നെ കൂടാതെ ഒരു ഇലാഹ് നിങ്ങൾക്കുണ്ട് എന്നെനിക്കറിയുകയില്ല, ഞാനാണ് നിങ്ങളുടെ ഇലാഹ്. ഉലൂഹിയത്തും വാദിച്ച ആൾദൈവമായിരുന്നു ഈ ഫിർഔൻ. മാത്രമല്ല തൻ്റെ പ്രജകളെ മുഴുവൻ അടിമകളാക്കി വെച്ചു. അവൻ്റെ ഭരണാധികാരത്തിന് വല്ല ബുദ്ധിമുട്ടും അനുഭവപ്പെടുമെന്ന് കണ്ടപ്പോൾ ഏതെങ്കിലും ഒരു ആൺകുട്ടി ജനിച്ച് രാജാവായി വന്നാലോ, പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് പ്രസവ സ്വാതന്ത്ര്യം നിഷേധിച്ചു, ആൺകുട്ടികൾക്ക് വളരാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചു. യുദബ്ബിഹൂന അബ്നാഅഹും വയസ്തഹിയൂന നിസാഅഹും, ആൺകുട്ടികളൊക്കെ അവൻ അറുകൊല നടത്തി, പെൺകുട്ടികൾക്ക് ജീവിക്കാനുള്ള അനുമതി നൽകി. അവൻ ചെയ്ത ക്രൂരതകളെ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രൂരത കാണിച്ചുകൊണ്ട് ആൾദൈവം ചമഞ്ഞുകൊണ്ട് ജീവിച്ച ഫിർഔനിൻ്റെ അരികിലേക്കാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അയക്കുന്നത്. റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാ സൃഷ്ടികൾക്കും സൃഷ്ടിപ്പ് നൽകിയിട്ടുള്ള, അവർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന മാർഗം കാണിച്ചു കൊടുത്തിട്ടുള്ള ആ അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്. അവനെയാണ് നീ റബ്ബായി കാണേണ്ടത്, അവനെയാണ് നീ ഇലാഹായി കാണേണ്ടത്, അവനെയാണ് നീ ആരാധിക്കേണ്ടത് എന്ന പരമസത്യത്തിലേക്ക് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹാറൂൻ അലൈഹി സ്വലാമും ഫിർഔനിനെ ക്ഷണിച്ചു. അള്ളാഹു അവരോട് പറഞ്ഞു, ഇനി ചെന്നുകൊണ്ട് നിങ്ങളുടെ ജനതയെ മോചിപ്പിക്കാൻ കൂടി അവരോട് പറയണം. രണ്ടാമതായി അവരുടെ ദൗത്യം അതായിരുന്നു. ഒന്ന് റബ്ബിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ഏകദൈവ വിശ്വാസത്തിലേക്ക്. ഫഅതിയാഹു ഫഖൂലാ ഇന്നാ റസൂലാ റബ്ബിക്, നിങ്ങൾ രണ്ടുപേരും അവൻ്റെ അരികിൽ ചെന്നുകൊണ്ട് പറയണം,
നിന്റെ റബ്ബിന്റെ അരികിൽ നിന്ന് നിയോഗിതനായ 2 പ്രവാചകന്മാരാണ് ഞങ്ങൾ. ഫർസിൽ മഅനാ ബനി ഇസ്രായീൽ, അതുകൊണ്ട് ഇസ്രായേൽ ജനതയെ ഞങ്ങളുടെ കൂടെ നീ പറഞ്ഞേക്കണം എന്നവരോട് പറയുക എന്നാണ്. പക്ഷേ അവൻ ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഭൂമിയിൽ ഫിർഔൻ അവൻ സ്വച്ഛാധിപതിയായി ഔന്നിത്യം നടിച്ചു. വജഅല അഹ്ലഹാ ശിയഅ, അവൻ്റെ ജനതകളെ അവൻ കക്ഷികളായി ഭിന്നിപ്പിച്ചു എന്നാണ്. പണ്ടുകാലം മുതലേ സ്വച്ഛാധിപതികളായ ഭരണാധികാരികൾ ജനങ്ങളെ കക്ഷികളായി ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് തങ്ങളുടെ അധികാരത്തെ നിലനിർത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഡിവൈഡ് ആൻഡ് റൂൾ. നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ ചെയ്തത് അതായിരുന്നു, ഹിറ്റ്ലർ ചെയ്തത് അതായിരുന്നു. ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ അത് പറയുന്നുണ്ട്. വജഅല അഹ്ലഹാ ശിയഅ, മാത്രമല്ല യസ്തളഇഫു മിൻഹും ത്വായിഫ, അവരിൽ നിന്ന് ന്യൂനപക്ഷത്തെ അവർ അടിച്ചമർത്താൻ നോക്കുകയും ചെയ്തു എന്നാണ്. തങ്ങൾക്കെതിരിൽ വരുന്ന ആളുകളെയൊക്കെ അടിച്ചമർത്തുക എന്നുള്ളതും അവരുടെ സ്വഭാവമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്മാരെ അവൻ്റെ അരികിലേക്ക് പറഞ്ഞയച്ചത്. അതുകൊണ്ട് വലാ തുഅദ്ദിബുഹും, അവരെ ഒരിക്കലും നീ മർദ്ദിക്കരുത് എന്നവരോട് പറയണം. ഖദ് ജിഇനാക ബിആയത്തിൻ മിർ റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ അരികിൽ നിന്നുള്ള ദൃഷ്ടാന്തവുമായി കൊണ്ടാണ് ഞങ്ങൾ നിന്റെ അരികിൽ വന്നിട്ടുള്ളത്. വസ്സലാമു അലാ മനിത്തബൽ ഹുദാ, സന്മാർഗം പിന്തുടർന്നവർക്കാണ് സമാധാനമുള്ളത് എന്ന് ഈ സ്വച്ഛാധിപതിയായ ആൾ ദൈവത്തെ ബോധ്യപ്പെടുത്തണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 പ്രവാചകന്മാരോട് പറഞ്ഞത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഫിർഔനിൻ്റെ അന്ത്യം അവസാനം ചെങ്കടലിൻ്റെ നടുവിലായിരുന്നു. മാത്രവുമല്ല ആ ആൾ ദൈവത്തെ അള്ളാഹു ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് അവൻ്റെ ഭൗതിക ശരീരത്തെ പോലും നശിപ്പിക്കാതെ നിലനിർത്തി. അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇന്നും അത് നമുക്ക് ലോകത്ത് കാണാൻ കഴിയും. പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ദൗത്യത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ സൂറ അറാഫിൽ 157-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട് എന്തിനാണ് ഈ പ്രവാചകനെ നിയോഗിച്ചത് എന്ന്. യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, എല്ലാ നല്ല കാര്യങ്ങളും നന്മകളും നിങ്ങളോട് കൽപ്പിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത്. വയൻഹാഹും അനിൽ മുൻകർ, എല്ലാ തിന്മകളെയും എല്ലാ തെറ്റുകളെയും വിലക്കാനും വിരോധിക്കാനും അതിനെ നിർമ്മാർജ്ജനം ചെയ്യുവാനും വേണ്ടിയാണ് അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത്. വയഹില്ലു ലഹുമുത് തയ്യിബാത്ത്, അതേപോലെ തന്നെ എല്ലാ വിശിഷ്ടമായ കാര്യങ്ങളെയും അദ്ദേഹം നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നു. വയുഹല്ലിമു അലൈഹിമുൽ ഖബായിസ്, ദുഷിച്ച എല്ലാറ്റിനെയും ആ പ്രവാചകൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കി തരുന്നു. വയളഉ അൻഹും ഇസ്റഹും വല്ലഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, അവരുടെ ഭാരങ്ങളിൽ നിന്നും ആ ജനതയുടെ മേൽ വിലങ്ങുകളായി നിന്നിരുന്ന എല്ലാ വിലങ്ങുകളിൽ നിന്നും ചങ്ങലകളിൽ നിന്നുമൊക്കെ അവരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രവാചകൻ നിയോഗിതനായത് എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള ഇഖ്തിയാർ, സ്വാതന്ത്ര്യം, അവരുടെ ജീവിതകാലത്തും അവരുടെ മരണം വരെയും അത് ഉപയോഗിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ആരും ആരെയും അടിമകളാക്കി വെക്കാൻ പാടില്ല. ആരും ആരെയും അതിൻ്റെ പേരിൽ ദ്രോഹിക്കുവാനോ മർദ്ദിക്കുവാനോ പാടില്ല എന്ന കൃത്യമായ ഉത്ബോധനമാണ് ഈ ദീൻ നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത അവിടുത്തെ ഉത്തമ ശിഷ്യഗണങ്ങളിൽപ്പെട്ട സഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അവരെയൊക്കെ പലപ്പോഴായി പ്രവാചകൻ ഈ ദീനിന്റെ സന്ദേശം അറിയിക്കാൻ വേണ്ടി പല രാജാക്കന്മാരുടെയും അരികിലേക്ക് പറഞ്ഞയച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ പേർഷ്യൻ സർവ്വസൈന്യാധിപനായ റുസ്തമിന്റെ അരികിലേക്ക്
പ്രവാചകന്റെ ഒരു ദൂതൻ കടന്നു ചെന്നുകൊണ്ട് പറഞ്ഞ ഒരു പ്രസ്താവന നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. പേർഷ്യൻ സർവ്വസൈന്യാധിപൻ റുസ്തം പ്രവാചകന്റെ ദൂതനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് വന്നത്? ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നല്ലാഹ ബിത്തഅസ്നാ ലിനുഖ്രിജന്നാസ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ് വമിൻ ലീഖിദ് ദുനിയ ഇലാ സഅതിഹാ വമിൻ ജൗരിൽ അദിയാൻ ഇലാ അദിലിൽ ഇസ്ലാം. ഈ 3 സന്ദേശങ്ങളാണ് ഇസ്ലാമിൻ്റെതായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാജകൊട്ടാരത്തെ, പ്രവാചകന്റെ ദൂതൻ ആ രാജകൊട്ടാരത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന വിധത്തിൽ അറിയിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നിയോഗിച്ചത് ലിനുഖ്രിജന്നാസ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജനങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്, പടപ്പുകളെ ആരാധിക്കുന്നതിൽ നിന്ന് പടച്ചവനെ മാത്രം ആരാധിക്കുന്ന ഉന്നതമായ ഒരു ആദർശത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ജീവിക്കുന്ന മതവിശ്വാസികളിൽ ഏറ്റവും കൂടുതൽ ബഹുദൈവ വിശ്വാസികളാണ്. അതിലധികവും സൃഷ്ടിപൂജ നടത്തുന്ന, സൃഷ്ടികളെ ആരാധിക്കുന്ന, അതിൽ മനുഷ്യ ദൈവങ്ങളുണ്ട്, അല്ലാത്ത ദൈവങ്ങളുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ പലരും നഗ്നതയെ വരെ പൂജിക്കുന്ന ഭക്തജനങ്ങളുള്ള ഒരു നാടാണ് നമ്മുടെ നാട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അവിടെയാണ് ഈ സന്ദേശം പ്രസക്തമാകുന്നത്. അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചത് പടപ്പുകളെയും സൃഷ്ടികളെയും അല്ല ആരാധിക്കേണ്ടത്, ഇതിനെയൊക്കെ പടച്ച ഒരു തമ്പുരാനെയാണ്, പടച്ച തമ്പുരാനെയാണ്, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എന്ന ആശയത്തിലേക്കാണ്. രണ്ടാമതായി പറയുന്നത് വമിൻ ലീഖിദ് ദുനിയ ഇലാ സഅതിഹാ, ദുനിയാവിൻ്റെ ഞെരുക്കത്തിൽ നിന്ന്, അതിൻ്റെ കുടുസതയിൽ നിന്ന്, അതിൻ്റെ പ്രയാസത്തിൽ നിന്ന്, കഷ്ടപ്പാടിൽ നിന്ന്, ഇലാ സഅതിഹാ, അതിൻ്റെ വിശാലതയിലേക്ക്, അതിൻ്റെ സൗകര്യത്തിലേക്ക്, അതിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണം. ജനങ്ങൾക്ക് ഈ ദുനിയാവിൽ അള്ളാഹു അനുവദിച്ച സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും അവർക്ക് അനുഭവിച്ച് ജീവിക്കാനുള്ള അവസ്ഥ അതുണ്ടാക്കണം. അതിനു വേണ്ടിയാണ് ഈ ദീൻ വന്നത് എന്നാണ് രണ്ടാമതായി പറയുന്നത്. മൂന്നാമതോ വമിൻ ജൗരിൽ അദിയാൻ ഇലാ അദിലിൽ ഇസ്ലാം, ഈ ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ ആദർശങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും മതങ്ങളുടെയും ഒക്കെ അനീതിയിൽ നിന്ന് ഇസ്ലാം വിഭാവന ചെയ്യുന്ന സമ്പൂർണമായ നീതിയിലേക്ക് ജനങ്ങളെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്നാണ് പ്രവാചകന്റെ ദൂതൻ അവരെ അറിയിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഉന്നതമായ ഒരു ആദർശം അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോഴും നമുക്കറിയാൻ കഴിയും, അവിടെ ഉണ്ടായിരുന്ന ജൂത ക്രൈസ്തവ വിഭാഗവുമായി മദീനയിലെ മാർക്കറ്റ് മുഴുവൻ അധികവും അവരുടെ കയ്യിലായിരുന്നു. ജൂത മാർക്കറ്റിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പലിശയിൽ അധിഷ്ഠിതമായ, ഊഹക്കച്ചവടത്തിൽ അധിഷ്ഠിതമായ മാർക്കറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പ്രവാചകൻ അങ്ങോട്ട് വന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ പലിശരഹിതമായ, സത്യസമ്പൂർണമായ, നീതിയുക്തമായ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാത്ത, കരിഞ്ചന്തയോ പൂഴ്ത്തിവെപ്പോ ഇല്ലാത്ത, ഗുണഭോക്താവിന് തനിക്ക് കിട്ടേണ്ടതിൽ ഒന്നും തന്നെ നഷ്ടം പറ്റാത്ത വിധത്തിലുള്ള കച്ചവട സംസ്കാരം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. മാത്രവുമല്ല, മദീന ചാർട്ടർ ഓഫ് മദീന എന്ന പേരിൽ പ്രവാചകൻ അവർ തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയും സന്ധിയും, ആ സന്ധിയെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലമതിച്ചു. കാരണം എന്താ? ഇസ്ലാം നീതിയാണ് വിഭാവന ചെയ്യുന്നത്. റസൂലുള്ളാഹി പറയുകയുണ്ടായി, മൻ ലലമ വാഹിദൻ, വല്ലവനും ഒരു അമുസ്ലിം പൗരനെ, സന്ധിയിലും കരാറിലും ഏർപ്പെട്ടിട്ടുള്ള വിഭാഗത്തിലെ ഒരാളെ അടിച്ചമർത്തുകയോ, അവിൻതഖസഹു, അവന്റെ അവകാശം തട്ടിയെടുക്കുകയോ, ഔ കല്ലഫഹു ഫൗക ത്വാഖതിഹി,
അവന്റെ കഴിവിനപ്പുറമുള്ള വല്ല ജോലിയും ചെയ്യാൻ അവനെ നിർബന്ധിക്കുകയോ ചെയ്താൽ, ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിൻ, നല്ല മനസ്സോടെയല്ലാതെ അവനിൽ നിന്ന് വല്ലതും നിങ്ങൾ എടുക്കുകയോ ചെയ്താൽ, ഫഅന ഹജീജുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവനെതിരെ ഞാൻ പരാതിക്കാരനായിരിക്കുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന് കീഴിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റു മതസ്ഥരായ ആളുകളൊക്കെ അനുഭവിച്ച സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യമാണ് പ്രവാചകന്റെ ഈ പ്രവചനത്തെ ഈ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്യുന്ന മനപ്പാഠമുള്ള ഒരു സൂറയുണ്ട്, ഏറ്റവും ചെറിയ സൂറ. നമ്മുടെ സുബഹ് നമസ്കാരത്തിന്റെ സുന്നത്തിന് നമ്മളത് പാരായണം ചെയ്യുന്നുണ്ട്. മഗ്‌രിബ് നമസ്കാരത്തിന്റെ ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിൽ നമ്മളത് പാരായണം ചെയ്യുന്നുണ്ട്. നമ്മുടെ വിത്ർ നമസ്കാരത്തിൽ അത് നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്, സൂറ അൽ കാഫിറൂൻ. അതിനുള്ളൊരു വചനമാണ് ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, വലിയ ദീൻ, എനിക്ക് എൻ്റെ ദീൻ, എൻ്റെ മതം എന്നാണ്. ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം, നിങ്ങളുടെ മതം, നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ അമ്പലങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ചർച്ചകൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരങ്ങൾ, വലിയ ദീൻ, എനിക്ക് എൻ്റെ ആരാധനാലയം, എൻ്റെ ദീൻ എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ നിലനിൽക്കേണ്ടതാണ് എന്ന ബഹുസ്വരതയുടെ ഏറ്റവും സുന്ദരമായ സന്ദേശം നമുക്ക് പഠിപ്പിച്ചു തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരു സൂക്തമാണ് ലക്കും ദീനുക്കും, വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടേത്, ഞങ്ങൾക്ക് ഞങ്ങളുടേത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലാഹു റബ്ബുനാ വ റബ്ബുക്കും, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു ഞങ്ങളുടെയും നിങ്ങളുടെയും റബ്ബാണ്, ഞങ്ങളുടെയും നിങ്ങളുടെയും രക്ഷിതാവാണ്. ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ, ഞങ്ങളുടെ ആചാരങ്ങൾ, ഞങ്ങളുടെ ആഘോഷങ്ങൾ, ഞങ്ങളുടെ വിശേഷപ്പെട്ട ദിവസങ്ങൾ, അതുപോലെ തന്നെ വലക്കും അഅമാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആഘോഷങ്ങൾ, നിങ്ങളുടെ കർമ്മങ്ങൾ, അങ്ങനെയാണ് വേണ്ടത്. എന്നാൽ ലാ ഹുജ്ജത ബൈനനാ വ ബൈനക്കും, നമുക്കിടയിൽ ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു തർക്കവുമില്ല. ഏത് കാര്യത്തിൽ? നിങ്ങൾക്ക് നിങ്ങളുടേതാണെന്നതിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതാണെന്നതിലും ഇനി നമ്മൾ തർക്കിക്കേണ്ടതില്ല. ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം അവതീർണമായിട്ടുള്ളത്. കാരണം എന്താ? സത്യവും അസത്യവും ഖദ് തബയ്യന റുശ്ദ് മിനൽ ഗയ്യ്, വിവേകം അവിവേകം ഇതെല്ലാം തന്നെ സത്യവും അസത്യവും കൃത്യമായി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അല്ലാഹു യജ്മഉ ബൈനനാ വ ഇലൈഹിൽ മസീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയൊരു ലോകം വരാനുണ്ട്, അന്ന് നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടും, അവന്റെ അരികിലേക്കാണ് നമുക്ക് മടങ്ങാനുള്ളത് എന്ന വിശുദ്ധ ഖുർആനിന്റെ ഈ ആശയം സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബഹുമത സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പുലർത്തേണ്ട ആദർശപരമായ, ആശയപരമായ വിശ്വാസത്തിന്റെ വിശുദ്ധിയുടെ ഈ സന്ദേശമാണ് ഖുർആൻ ഈ ചെറിയ ഒരു സൂക്തത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നവരാകരുത്, അവരുടെ അവകാശങ്ങൾ ഒരിക്കലും കവർന്നെടുക്കുന്നവരാകരുത്. എന്നാൽ നമുക്കുണ്ടാകേണ്ട സ്വാതന്ത്ര്യം ഒരിക്കലും ഇവിടെ ഹനിക്കപ്പെടരുത്. നമ്മുടെ അവകാശങ്ങൾ മറ്റാരും കവർന്നെടുക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ജീവിക്കുന്ന ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടന ഇവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഇതേപോലെയുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചൊരു ഭരണഘടനയാണ്. എല്ലാ ആളുകൾക്കും അവരവരുടെ വിശ്വാസത്തെ അംഗീകരിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അത് പ്രയോഗവൽക്കരിക്കുവാനും അതിൻ്റെ സന്ദേശങ്ങൾ പ്രസരിപ്പിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് നമുക്കുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഓരോ ആഘോഷവേളകളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ അവകാശങ്ങൾ ഒരിക്കലും ഹനിക്കപ്പെടാതെ, എന്നാൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഒരിക്കലും നമ്മൾ കവർന്നെടുക്കാതെ, നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളെ ഒരിക്കലും ഇവിടെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമില്ലാത്ത വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെയുള്ളൊരു നല്ല നിർഭയത്വം
നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ വേണ്ടി നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. സർവശക്തനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ ആവുന്നത്ര ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹുവേ, ഞങ്ങൾക്കതിന് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ചെറുപ്പകാലത്ത് തന്നെ നമ്മൾ പാടിപ്പറഞ്ഞ് മനഃപ്പാടമാക്കിയ കുമാരനാശാൻ്റെ ഒരു ഈരടിയുണ്ട്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃത്യുയേക്കാൾ ഭയാനകം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള മഹത്തായ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടൊരിക്കലും നമ്മുടെ സമസൃഷ്ടികളെയോ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റൊരു ജീവജാലങ്ങളെയോ ഒരിക്കലും നമ്മൾ നോവിക്കാൻ പാടില്ല എന്നുകൂടിയാണ് ഇസ്ലാം നമുക്ക് പകർന്നു തരുന്ന പാഠം. എന്നാൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുകയോ ആരുടെയെങ്കിലും അടിമകളായി കഴിഞ്ഞുകൂടുകയോ ചെയ്യേണ്ടതുമില്ല. അടിമത്വത്തിനെതിരിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച മതമാണ് ഇസ്ലാം. ഇവിടെയുള്ള അഗതികൾക്കും അശരണർക്കും പാവങ്ങൾക്കും അനാഥകൾക്കും അബലരായ ആളുകൾക്കും വിധവകളായ സ്ത്രീകൾക്കുമൊക്കെ അവർക്ക് സംരക്ഷണം നൽകുന്നതിൻ്റെ പ്രാധാന്യം ദീനിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നത്, പറഞ്ഞു തരുന്നത് എന്താണെന്നോ, ഫദാലിക്കല്ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, അനാഥകളെ അവഗണിക്കുന്നവനാണ്, പാവങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രോത്സാഹനം പോലും നടത്താത്ത ആളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരായ ആളുകളെക്കുറിച്ച് പറയുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യത്തിന് പ്രായശ്ചിത്തമായി നിശ്ചയിക്കുകയാണെങ്കിൽ ഒന്നാമതായി അതിന് പരിഗണിച്ചിരുന്നത് അടിമകളെ മോചിപ്പിക്കുക എന്നതായിരുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലും കഫാറത്തുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അടിമകളെ മോചിപ്പിക്കുക, ഫക്കു റഖബ, അടിമകളെ മോചിപ്പിക്കുക എന്നതിനായിരുന്നു മുൻഗണനയും പ്രാധാന്യവും നൽകിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണിത്? അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യന്മാരെല്ലാം തന്നെ അവർ അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി, പ്രതാപത്തോടുകൂടി അവരുടേതായ വ്യക്തിത്വവും ഇസ്സത്തും കാത്തു സൂക്ഷിച്ചുകൊണ്ട് എത്ര ചെറിയവരായാലും വലിയവരായാലും ഇവിടെ ജീവിക്കണം എന്നതിന് വേണ്ടി തന്നെയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു സഹാബി ഒരിക്കൽ വളരെ താഴ്ന്ന് വിനയാന്വിതനായി തലകുനിച്ചുകൊണ്ട് തൻ്റെ ഒരാവശ്യം ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്ന വാക്കുകളുണ്ട്. ഹവ്വിൻ അലൈക്, നീയൊന്ന് നേരെ നിൽക്കൂ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആരുടെ മുമ്പിലാണ് നീ വന്ന് നിൽക്കുന്നത്? വ ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ കാനത്ത് തഅകുലുൽ ഖദീദ ബിമക്ക, മക്കയിലെ ഉണക്ക റൊട്ടി തിന്നുകൊണ്ട് ജീവിച്ച ഒരു സ്ത്രീയുടെ മകനായി വളർന്നവനാണ് ഞാൻ. പ്രവാചകൻ മറ്റൊരിക്കൽ പറയുകയുണ്ടായി, ഈ മക്കയിലെ എല്ലാ കരിമ്പാറക്കെട്ടുകൾക്കിടയിലും ഇവിടെയുള്ള എല്ലാ മണലാരണ്യങ്ങളിലുമൊക്കെ തന്നെ ആടുകളെ തുച്ഛമായ നാണയത്തുട്ടുകൾക്ക് വേണ്ടി മേച്ചു നടന്ന ഒരു ആട്ടിടയനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വിനയം പ്രകടിപ്പിച്ച് നിൽക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. പ്രവാചക തിരുമേനി സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകനെ ആദരിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നത് പോലും അവിടുന്ന് വിലക്കിയത് നമുക്ക് കാണാൻ കഴിയും.
ഒരിക്കൽ അവിടുന്ന് പറയുകയുണ്ടായി, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ക്രിസ്ത്യാനികൾ ഈസയുടെ മകൻ മറിയമിനെ അതിരിവിട്ടാദരിച്ചതുപോലെ നിങ്ങൾ ഒരിക്കലും എന്നെ അതിരിവിട്ടാദരിക്കേണ്ടതില്ല. വഇന്നമാ അന അബ്ദുല്ലാഹി വറസൂലുഹു, നിശ്ചയമായും ഞാൻ അള്ളാഹുവിൻ്റെ ഒരു ദാസനും അവൻ്റെ ദൂതനുമാണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ അതിരിവിട്ടാദരിക്കരുത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മുമ്പിൽ തലകുനിക്കുകയോ ചെറുതാവുകയോ അമിത വിനയം പ്രകടിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല. ആദരവും ബഹുമാനവും പരിഗണനയും ഒക്കെ വേറെ കാര്യങ്ങളാണ്. അവിടെ നമ്മുടെ ഇസ്സത്ത്, നമ്മുടെ പ്രതാപം, നമ്മുടെ അന്തസ്സ് അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ നമ്മൾ നമ്മുടെ പരമമായ വിനയം പ്രകടിപ്പിക്കേണ്ടതില്ല എന്നാണ്. നമുക്കറിയാമല്ലോ, മുസ്ലിങ്ങളുടെ പ്രതിനിധികളായി ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഒരു സംഘം ആദ്യമായി ഹിജറ പോയ ഹബ്ശീനിയയിലേക്ക്, എത്യോപ്യയിലേക്ക് ഹിജറ പോയ സന്ദർഭത്തിൽ അവിടെയുണ്ടായിരുന്ന നജാഷി രാജാവിൻ്റെ ദർബാറിൽ അവരെയൊക്കെ സ്വീകരിച്ച സന്ദർഭത്തിൽ രാജാവ് ദർബാറിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും രാജാവിൻ്റെ മുമ്പിൽ അദ്ദേഹത്തെ ബഹുമാനിച്ചാദരിച്ച് സുജൂദിൽ വീണു. പക്ഷേ ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സംഘം നേരെ നിവർന്നു നിന്നു. അവരോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞതെന്താണെന്നോ, ലാ നശ്ഹദു ഇല്ലാ ലില്ലാ, അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ ഒരിക്കലും ഞങ്ങൾ തലകുനിക്കുകയില്ല, അവൻ്റെ മുമ്പിലല്ലാതെ ഒരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ മുട്ട് മടക്കുകയില്ല എന്നതാണ് പറഞ്ഞുകൊണ്ടുവന്നത്. മനുഷ്യർക്ക് അള്ളാഹു ഒരനുഗ്രഹമായി നൽകിയിട്ടുള്ള ഈ സ്വാതന്ത്ര്യം, അത് ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കാനോ മറ്റുള്ളവരെ ആക്രമിക്കാനോ നമ്മൾ ആരായാലും ഉപയോഗപ്പെടുത്തരുത്. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ശുക്ർ, നന്ദി നമ്മുടെ ജഗന്നിയന്താവായ അള്ളാഹുവിനാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോകുന്ന തെറ്റുകൾ നിന്റെ കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. ജീവിതായോധനത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ കച്ചവടവും ഞങ്ങളുടെ കൃഷിയും ഞങ്ങളുടെ തൊഴിലും ഞങ്ങളുടെ ഏർപ്പാടുകളും ഞങ്ങളുടെ മറ്റെല്ലാ സംരംഭങ്ങളിലും നിൻ്റെ എല്ലാ ഹൈറും ബർക്കത്തും ഞങ്ങൾക്ക് നൽകണമേ. കടബാധ്യതകളിൽ നിന്ന്, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.